കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുമേനി യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ സെക്രട്ടറി ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു പ്രതീക്ഷയുള്ളത് അതാണ്. നാളെ മരണം മൂലം വേർപെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ അവകാശിക്ക് 10 ലക്ഷം രൂപ സംഘടന ഇല്ലെങ്കിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ വ്യാപാരികളുടെ കൂട്ടായ്മ കൈത്താങ്ങായി ഉണ്ടാവും എന്ന ഒരു പ്രതീക്ഷ ഒരൽപ്പം ആശ്വാസത്തോടുകൂടി നമുക്ക് എല്ലാ ദിവസവും ഉറങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മെ മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന സഹായം എല്ലാ കുടുംബങ്ങളും അവകാശികളും കൃത്യതയോടെ ഉപയോഗിക്കുന്നില്ല എന്ന് ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. മരണം മൂലം ഒരു വ്യാപാരി മരണപ്പെട്ടു, അവകാശിക്ക് ഭാര്യയ്ക്ക് സഹായം കൊടുത്തു 10 ലക്ഷം രൂപ. അധിക നാൾ കഴിയുന്നതിന് മുൻപേ ആ വ്യക്തി തൻ്റെ കാമുകനെ വിവാഹം ചെയ്തുകൊണ്ട് ആ 10 ലക്ഷവും വാങ്ങി പോയ ചരിത്രവും ഉണ്ട്. പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാകാം. അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. പക്ഷെ എന്തു തന്നെയായാലും അവകാശികൾക്ക് അതൊരു ആശ്രയമാണ് ഈ പദ്ധതികളിലൂടെ നടപ്പിൽ വരുത്തുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ ഒരുപക്ഷെ ഒരു സർക്കാരിന് പോലും സാധിച്ചിട്ടുണ്ടാവില്ല. മറ്റൊരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ സംഘടനകൾക്കോ സാധിക്കാത്ത ഒരു കാര്യമാണ് ഏതാണ്ട് 10,000-20,000 മാത്രമുള്ള ഈ കണ്ണൂർ ജില്ലയിലെ വ്യാപാരി കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ ഒരു പദ്ധതി കഴിഞ്ഞ 4 വർഷമായിട്ട് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ജില്ലാക്ഷേമ പദ്ധതി അതിനു മുൻപ് ഏകദേശം 25 വർഷമായി നമുക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനത്തിന് ആനുകൂല്യങ്ങളുള്ള എല്ലാ തരത്തിലും ആ പദ്ധതിയും വളരെ വിജയകരമായി നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നടപ്പിൽ വരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് വിൽസൺ ഇടക്കര അധ്യക്ഷത വഹിച്ചു. യൂണിറ്റിലെ എല്ലാ മെമ്പർമാരെയും നമ്മൾ ജില്ലയുടെ ക്ഷേമത്തിൽ ചേർത്തിട്ടുണ്ട്. ചേർക്കാവുന്നവരെ അതുകൂടെ പറയാനുള്ളത് 65 വയസ്സ് കഴിഞ്ഞാൽ ചേർക്കാൻ പറ്റില്ല. പിന്നെ നിലവിൽ ചേർന്നതിൽ ഒരു 6-7 പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുവഴിയെ ഇപ്പം നമുക്ക് ഓൾറെഡി ഏകദേശം 50-അടുത്ത് മെമ്പർമാർ നമുക്ക് ഓൾറെഡി ഇപ്പം ലൈവായിട്ടുണ്ട്. നമ്മുടെ മെമ്പർമാരെല്ലാവരും തന്നെ, അതായത് നമ്മൾ തീരുമാനിച്ച് നടപ്പാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മെമ്പറെ മെമ്പർഷിപ്പ് എടുക്കുമ്പം അവർക്ക് ജില്ലാക്ഷേമ നിധിയിലും കൂടെ നമ്മൾ അംഗത്വം എടുത്ത് കൊടുക്കുകയാണ്. അതിന് അവരോട് ഒരു പൈസ നമ്മൾ മേടിക്കുന്നില്ല, പരിസംഖ്യയും അവരോട് മേടിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ 2-3 വർഷമായി നമ്മൾ തന്നെയാണ്, സംഘടന തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പരിസംഖ്യ അടയ്ക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഡി പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് പൂവത്തുമൂട്ടിൽ, ജോളി പതിയിൽ, പ്രിൻസ് വെള്ളക്കട, മഞ്ജു വിനോദ് എന്നിവരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് റോയ് ജോസ് ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി 25 വർഷം പൂർത്തിയാക്കിയ ഇ ജെ വിൽസനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് ഉപഹാരം നൽകി ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. രവീന്ദ്രൻ വലിയപുരയിൽ, ടോമി മൂന്നാനൽ, TS അജയകുമാർ, ജോൺസൺ സി പടിഞ്ഞാത്ത്, TU സുജിത് എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.